ജഫോട്ടക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇത് വെറും യൂട്യൂബിനെ മാത്രം വെച്ചുകൊണ്ടുള്ള വീഡിയോ അല്ല. എല്ലാ ആപ്ലിക്കേഷൻ, അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷനും ഒരേപോലെ ബാധകമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ആയി പോകുന്നുണ്ട് അല്ലേ. ഒരുപാട് ചാനലുകൾ, യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആകുന്നുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആകുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഡിലീറ്റ് ആകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതും നമ്മളെപ്പോലെ ചെറിയതല്ല, നല്ല കൂടുതൽ, അതായത് ഒരുപാട് ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെയാണ് ഡിലീറ്റ് ആയി പോകുന്നത്. എന്താണ് കാരണം? നിങ്ങൾ എന്ത് കാര്യമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ വയലേഷൻ ആയിട്ട് ചെയ്യുന്നത്? ഇപ്പം പുതുതായിട്ട് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ആയി പോകുന്നത്, യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആയി പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അതാണ് നമ്മളത്തെ വീഡിയോ പറയാൻ വന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്ന വലിയ വലിയ ചാനലുകളുണ്ടാവും. അതേപോലെ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചെറിയ ചാനലുകളുണ്ടാവും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പണമിടപാടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മളൊരു പൈസയായി ബന്ധപ്പെട്ട് നമ്മളൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചാനലിന് ഒരു വയലേഷനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്കറിയാം, ഒറ്റ വലിയ ഉദാഹരണം പറഞ്ഞാൽ, യൂട്യൂബിൻ്റെ അകത്ത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ആയിപ്പോയുണ്ട്. അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇത്രക്കാരം പൈസ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഏൺ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചാനലുകൾ, ഒരുപാട് വലിയ ചാനലുകൾ, ഓക്കെ, അതായത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ ചാനലുകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. കാരണം അത് അവരുടെ അതിൻ്റെ അകത്ത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാം, അത് നിങ്ങൾക്കും സമ്പാദിക്കാം, ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട്. അതായത് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് പറയുന്ന ആ ഒരു ചാനലുകളെല്ലാം തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയെല്ലാം ഡിലീറ്റ് ആകും. നിങ്ങൾക്കറിയാം, ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഈ ഒരു ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെട്ട, അതായത് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേജുകൾ, സൈറ്റുകളൊക്കെ ഡിലീറ്റ് ആക്കി നിങ്ങൾ കുറച്ച് കാലം മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ആ ചാനലിൻ്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ കുറേ ചാനലുകളൊക്കെ ബ്ലോക്ക് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. അതേപോലെ തന്നെ ഇപ്പം ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇത്രയും സമ്പാദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ഇത് ഇത്രയും സമ്പാദിക്കാനാവും, ഇത്ര സമയം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കാനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായുള്ള കാര്യമായിട്ടാണ് ഇപ്പം വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ തലതൊട്ടപ്പനായ നല്ലൊരു യൂട്യൂബർ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതും ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചിരുന്നോളാം. കാരണം നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊന്നും പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ വലിയ യൂട്യൂബേഴ്സൊക്കെ പൈസ മേടിച്ച് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ പൈസ മേടിച്ച് ചെയ്യുന്നതാണ്. ഓരോരോ വീഡിയോ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, നിങ്ങൾക്കും ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ യൂട്യൂബേഴ്സ് പൈസ മേടിച്ചിട്ടല്ലായിരിക്കും ചെയ്യുന്നത്, നമ്മളറിയാതെ നമ്മുടെ മണ്ടത്തരത്തിന് ചെയ്യുന്നതായിരിക്കും. ആ മണ്ടത്തരം നമുക്കത് നമ്മുടെ ചാനൽ ടെർമിനേറ്റ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ടെർമിനേറ്റ് ആയിപ്പോഴുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം പരമാവധി എന്ത് ചെയ്യുക, അറിഞ്ഞോ അറിയാതോ ഈ കാര്യം ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.